സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ മധ്യ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സമരം നടന്നത് ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലാണ്. LDF സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ച പദ്ധതിക്കെതിരെ ആരംഭിച്ച സമരം 1500 ദിവസങ്ങളോട് അടുക്കുമ്പോഴാണ് പദ്ധതി റദ്ദാക്കിക്കൊണ്ടുള്ള UDF സർക്കാരിന്റെ പ്രഖ്യാപനം വന്നത്. സർക്കാർ പ്രഖ്യാപനത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നതായും മുഖ്യമന്ത്രി നേരിട്ട് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ സമരപന്തൽ പൊളിച്ചു നീക്കുമെന്നും സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. ഇത് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കുവാനായിട്ട് മുഖ്യമന്ത്രി നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കേസുകളും പിൻവലിക്കാനുള്ള നടപടി സ്വീകരിച്ചു. കഴിഞ്ഞ 6 വർഷക്കാലമായി ഞങ്ങൾ നടത്തിയ സഹന സമരത്തിനുള്ള ഒരു പ്രതിഫലമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ ഉത്തരവ് പിൻവലിച്ച് കേസുകളും പിൻവലിക്കുന്നത് വരെ വന്നതിന് ശേഷമായിരിക്കും ഈ സമരപ്പന്തൽ പൊളിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ഈ സമരപ്പന്തലിൽ എത്തുമെന്ന് ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഈ അവസരത്തിൽ സമരസമിതിയുടെ പേരിൽ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ മാടപ്പള്ളിയിൽ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പോലീസ് കയ്യേറ്റം ചെയ്യുകയും റോഡിലൂടെ വലിച്ചിഴയ്ക്കുകയും ചെയ്തിരുന്നു. നിരവധി പേർക്കെതിരെ പോലീസ് കേസുകളും നിലവിലുണ്ട്. ചുവപ്പുനാടയിൽ കുടുങ്ങിയ 400 വീടുകളാണ് പുതിയ സർക്കാരിന്റെ പ്രഖ്യാപനത്തിലൂടെ വീണ്ടും ലഭിച്ചിരിക്കുന്നത്. അതിയായ സന്തോഷം. കാരണം ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഭവനങ്ങളാണ് ഞങ്ങൾക്ക് തിരികെ കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഒരു ഭവനം മാത്രമല്ല, 400 കുടുംബങ്ങൾ, 400 ഭവനങ്ങൾ സന്തോഷിക്കുന്നു. അതിലെത്ര കുടുംബങ്ങളുണ്ടോ അത്രയും കുടുംബങ്ങളും ഒന്നിച്ച് സന്തോഷിക്കുന്ന ഒരു വലിയ ആഘോഷ ദിവസമാണിത്. ഞങ്ങൾ ആഘോഷമാക്കി മാറ്റും. പ്രതിഷേധത്തിന്റെ പേരിൽ ചുമത്തപ്പെട്ട കേസുകൾ ഒഴിവാക്കുമെന്നതും സമരസമിതി പ്രവർത്തകർക്ക് വലിയ ആശ്വാസം പകരുന്നു. മുഖ്യമന്ത്രിയായ ശേഷം VD സതീശൻ സമരപന്തലിൽ എത്തുമ്പോൾ ആവേശകരമായ സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സമരസമിതി പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, കോട്ടയം.